വീക്കെൻഡും വാലന്റൈൻസ് ഡേയും കൂടെ ഒന്നിച്ച് വന്ന സ്ഥിതിക്ക് നമുക്കൊരു ചെറിയ പാർട്ടി ആയാലോ. അപ്പം നമുക്കൊരു നെയ്ച്ചോറും ബീഫും പെട്ടെന്ന് തട്ടിക്കൊട്ടാം. സത്യത്തിൽ ഇതൊരു ഈസി ബീഫ് കറിയാണേ. കറി ഈസിയാണെന്ന് വിചാരിച്ച് ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണേ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് നമ്മൾ കുറച്ച് സവോള, എന്നതിന് ശേഷം കുറച്ച് തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം. ഞാനത് ആഡ് ചെയ്യുന്നത് കാണിക്കാൻ മറന്നുപോയതാണേ, നിങ്ങൾ മറക്കരുത്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് വേപ്പില ഇട്ടു. അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇടാം കേട്ടോ. തേങ്ങാക്കൊത്ത് ഇതിനകത്ത് മസ്റ്റല്ല, എന്നാലും ടേസ്റ്റിനും ഭംഗിക്കും ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തു. അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് എല്ലാ മസാലയും ബീഫിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ മിക്സ് ചെയ്യാം. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ബീഫ് കറിയുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് കൂടി കഴിയുന്നതോടെ ബീഫ് കറിയുടെ പകുതി പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. എന്നതിന് ശേഷം കുക്കറിൽ ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ ബീഫ് കറി വേവുന്ന ഗ്യാപ്പിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ കുറച്ച് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ അടുത്തൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ കുക്കറിൽ വിസിൽ വന്നു. ഇതുപോലെ 4 വിസിൽ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുകയാണ്. കുക്കർ ഓപ്പൺ ചെയ്യുമ്പം മിക്കവാറും കുറച്ച് വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ബീഫിൽ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ പാകമാണെങ്കിൽ അത് അതുപോലെ തന്നെ അങ്ങ് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് കുക്ക് ചെയ്യുകയാണേ. ആ ബീഫ് ടേസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടില്ലേ? അതെ, അടിപൊളിയാണ്. ഇനി നമുക്കിത് ഗീ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് കറിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.